നമസ്കാരം. ഭ്രാന്തൻ നയങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭരണചക്രത്തിൽ ഏറിയ നാൾ മുതൽ തുടങ്ങിയതാണ് അമേരിക്കക്കാരുടെ കണ്ടകശനി. ട്രംപ് ഈ കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തൻ നയങ്ങളിൽപ്പെട്ട് ദുരന്തം അനുഭവിക്കുന്നത് പാവം അമേരിക്കൻ ജനതയും അവിടെ രക്ഷയ്ക്കായി എത്തിയവരുമാണ്. US പ്രാദേശിക സമയം അർദ്ധരാത്രി 12 മണി മുതലാണ് US-ൽ ഷട്ട് ഡൗൺ നിലവിൽ വന്നത്. ഇനി അത്യാവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. നേരത്തെ US ഷട്ട് ഡൗണിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തമാക്കി ട്രംപ് രംഗത്തെത്തിയിരുന്നു. US കോൺഗ്രസിൽ ധനബില്ല് പാസാക്കാത്തതാണ് അസാധാരണ സാഹചര്യത്തിന് വഴിയൊരുങ്ങിയത്. അമേരിക്കയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് ഇടവരുത്തുക. സർക്കാർ സേവനങ്ങളെല്ലാം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റ് എല്ലാ സർക്കാർ വകുപ്പുകളുടെയും പ്രവർത്തനം സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ധനബില്ല് കഴിഞ്ഞ ദിവസം US സെനറ്റിൽ പാസാക്കാൻ ശ്രമം നടന്നിരുന്നു എങ്കിലും ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ പരാജയപ്പെടുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു ഇതിൽ വോട്ടെടുപ്പ്. ബിൽ പാസാകാൻ 60 വോട്ടുകളെങ്കിലും ആവശ്യമാണ്. എന്നാൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ ലഭിക്കാതായതോടെ വോട്ടെടുപ്പ് പരാജയപ്പെടുകയായിരുന്നു. ഈ അസാധാരണ പ്രതിസന്ധിയുടെ മൂർധന്യ അവസ്ഥയിലും ഇരു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഡൊണാൾഡ് ട്രംപും കോൺഗ്രസിലെ ഡെമോക്രാറ്റിക് നേതാക്കളും തമ്മിൽ നടന്ന ചർച്ചകളിലും ഒടുവിൽ ഫലമുണ്ടായില്ല. 8 വർഷത്തിനിടെ ആദ്യമായാണ് US വീണ്ടും ഷട്ട് ഡൗണിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ആരോഗ്യ സംരക്ഷണ ചെലവുകളെ കുറിച്ചും റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള തർക്കമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കാലഹരണപ്പെട്ട ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ നീട്ടുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യില്ല എന്നാണ് ഡെമോക്രാറ്റുകളുടെ നിലപാടുണ്ടായിരുന്നത്. സർക്കാർ വകുപ്പുകളുടെ സേവനം തടസ്സപ്പെട്ടാൽ അവശ്യ സർവീസുകൾ ഒഴികെ ഫെഡറൽ ഏജൻസികൾ അടച്ചുപൂട്ടുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. സൈനികർ ഉൾപ്പെടെ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും. 7,50,000 ഫെഡറൽ തൊഴിലാളികളെ ഇത് കാര്യമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. സാധാരണ ഷട്ട് ഡൗൺ വിമാനത്താവളങ്ങളെ എയർലൈനുകളെ കാര്യമായി ബാധിക്കാറില്ല. പക്ഷേ യാത്രക്കാർക്ക് അസൗകര്യമുണ്ടായേക്കാം. എയർ ട്രാഫിക് കൺട്രോളർമാർ ജോലി തുടരുമെങ്കിലും അവർക്ക് ശമ്പളം ലഭിക്കില്ല. ജീവനക്കാർ ശമ്പളമില്ലാതെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകേണ്ടി വരുമ്പോൾ അത് അവരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ജോലിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. അതിനാൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ കൂടുതൽ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. നേരത്തെ ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളപ്പോഴൊക്കെയും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിട്ടുണ്ട്. വിമാന യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇക്കാര്യമാണ്. അതായത് വിമാനത്താവളങ്ങൾ ക്യൂവിൽ കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നേക്കാം. അതിനാൽ അതിനനുസരിച്ചുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യണം. ഇനിയും വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അമേരിക്കയെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച